ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ജീവി ഏതാണെന്ന് ചോദിച്ചാൽ പലരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് ടീറെക്സിനെ പോലുള്ള ഭീമന്മാരായ ദിനോസറുകളായിരിക്കും. എന്നാൽ അതല്ല സത്യം. ദിനോസറുകളേക്കാൾ വലിയ, ഭൂമിയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ജീവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ജീവി ഇപ്പോഴും നമ്മുടെ സമുദ്രങ്ങളുടെ ആഴങ്ങളിൽ ജീവിക്കുന്നുണ്ട്. അതാണ് ബ്ലൂ വെയിൽ അഥവാ നീലത്തിമിംഗലം. പലരും കരുതാറുള്ളത് ഇതൊരു വലിയ മത്സ്യമാണെന്നാണ്. എന്നാൽ നീലത്തിമിംഗലങ്ങൾ നമ്മളെപ്പോലെ തന്നെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചു പാലൂട്ടുന്ന സസ്തനികളാണ്. അവർക്ക് ശ്വസിക്കാൻ ഗിൽസ് ഇല്ല, പകരം ശ്വാസകോശമാണുള്ളത്. അതുകൊണ്ട് തന്നെ ശ്വസിക്കാനായി അവർ ഇടയ്ക്കിടെ കടലിന്റെ മുകളിലേക്ക് വരണം. ഒരു നീലത്തിമിംഗലത്തിന്റെ യഥാർത്ഥ വലുപ്പവും അവർ കടലിനടിയിൽ ജീവിക്കുന്ന രഹസ്യലോകവും എന്താണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. വിശ്വസിക്കാൻ കഴിയാത്ത വലുപ്പം. ഇവയുടെ വലുപ്പം എത്രത്തോളമുണ്ടെന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു നീലത്തിമിംഗലത്തിന് ഏകദേശം 100 അടിയോളം നീളവും 2 ലക്ഷം കിലോയിലധികം ഭാരവും ഉണ്ടാകും. അതായത് നമ്മൾ റോഡിൽ കാണുന്ന വലിയ 3 പബ്ലിക് ബസ്സുകൾ വരിവരിയായി നിർത്തിയാൽ എത്ര നീളമുണ്ടാകുമോ അത്രയുമാണ് ഒരു ബ്ലൂ വെയിലിന്റെ നീളം. ഭാരത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം 33 ആനകളുടെ അത്രയും ഭാരം വരും ഇവയ്ക്ക്. ഇനി ഇവയുടെ ശരീരഭാഗങ്ങളുടെ വലുപ്പം കേട്ടാൽ നിങ്ങൾ വീണ്ടും അത്ഭുതപ്പെടും. ഇവയുടെ നാവിന് മാത്രം ഒരു ആഫ്രിക്കൻ ആനയുടെ അത്രയും ഭാരമുണ്ട്. ഇവയുടെ ഹൃദയത്തിന് ഒരു ചെറിയ കാറിന്റെ അത്രയും വലുപ്പവും ഭാരവുമുണ്ട്. ആ ഹൃദയത്തിൽ കൂടിയുള്ള പ്രധാന രക്തക്കുഴലുകളിലൂടെ ഒരു ചെറിയ കുട്ടിക്ക് നീന്താൻ വരെ സാധിക്കും. ഇനി ഇവ ശ്വാസം വിടാനായി കടലിന്റെ മുകളിലേക്ക് വരുമ്പോൾ തലയ്ക്ക് മുകളിലുള്ള ദ്വാരത്തിലൂടെ ബ്ലോഹോൾ പുറത്തേക്ക് വിടുന്ന വെള്ളം ഏകദേശം 30 അടിയോളം ഉയരത്തിൽ വരെ എത്താറുണ്ട്. ഭീമന്റെ തീൻമേശ. ഇത്രയും വലിയ ശരീരമുള്ള ഈ ജീവി ദിവസവും എന്തൊക്കെയാകും കഴിക്കുന്നത്? വലിയ സ്രാവുകളെയോ മറ്റു വമ്പൻ മത്സ്യങ്ങളെയോ ആകുമെന്ന് കരുതിയെങ്കിൽ തെറ്റി. കൊഞ്ചിനോട് സാമ്യമുള്ള വളരെ ചെറിയ ക്രിൽ എന്ന് വിളിക്കുന്ന ജീവികളാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. നീലത്തിമിംഗലങ്ങൾക്ക് നമ്മുടേതുപോലെ പല്ലുകളില്ല. പകരം ഇവയുടെ വായിൽ ബലീൻ പ്ലേറ്റ്സ് എന്നൊരു സംവിധാനമാണുള്ളത്. ഭക്ഷണം കഴിക്കുന്ന രീതി വളരെ രസകരമാണ്. തൊണ്ടയുടെ അടിയിലായി റബ്ബർ പോലെ വികസിക്കുന്ന മടക്കുകൾ, വെൻട്രൽ പ്ലീറ്റ്സ് ഇവർക്കുണ്ട്. കടലിലൂടെ നീന്തുമ്പോൾ ഇവർ വായ വലിയതായി തുറക്കും. ഒരു വലിയ സ്വിമ്മിംഗ് പൂളിൽ കൊള്ളുന്ന അത്രയും വെള്ളവും അതിലുള്ള ആയിരക്കണക്കിന് ക്രിൽസുകളും ഇവയുടെ വായിലേക്ക് കയറും. ശേഷം വായ അടച്ച് നാക്കുപയോഗിച്ച് വെള്ളം മുഴുവൻ ബലീൻ പ്ലേറ്റുകളിലൂടെ പുറത്തേക്ക് തള്ളും. അരിപ്പ പോലെ പ്രവർത്തിക്കുന്ന ബലീൻ പ്ലേറ്റുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ക്രിൽസുകളെയാണ് ഇവർ വിഴുങ്ങുന്നത്. ഒരു ദിവസം മാത്രം ഏകദേശം 4 ടൺ, അതായത് 4000 കിലോ ക്രിൽസുകളെയാണ് ഒരു നീലത്തിമിംഗലം അകത്താക്കുന്നത്. ഭൂമിയിലെ ഏറ്റവും വലിയ കുഞ്ഞുങ്ങൾ, ദ ജയന്റ് കാവ്സ്. ഇനി ഇവയുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയാം. ഭൂമിയിലെ ഏറ്റവും വലിയ കുഞ്ഞുങ്ങളാണ് നീലത്തിമിംഗലങ്ങളുടേത്. ജനിക്കുമ്പോൾ തന്നെ ഈ കുഞ്ഞിന് 2.5 ടൺ ഭാരവും 25 അടിയോളം നീളവും ഉണ്ടാകും. അതായത് ജനിക്കുമ്പോൾ തന്നെ അവയ്ക്കൊരു കാറിനേക്കാൾ വലുപ്പമുണ്ടാകും. അമ്മയുടെ പാല് കുടിച്ചാണ് ഇവ വളരുന്നത്. നീലത്തിമിംഗലത്തിന്റെ പാലിൽ ഏകദേശം 40 മുതൽ 50% വരെ കൊഴുപ്പാണുള്ളത്. അതുകൊണ്ട് തന്നെ ടൂത്ത്പേസ്റ്റ് പോലെ കട്ടിയുള്ളതായിരിക്കും ഈ പാല്. ഒരു ദിവസം 200 ലിറ്ററോളം പാല് കുടിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ ദിവസവും 90 കിലോ വീതമാണ് ഭാരം വയ്ക്കുന്നത്. ലോകത്ത് മറ്റൊരു ജീവിയും ഇത്രയും വേഗത്തിൽ വളരുന്നില്ല. കടലിനടിയിലെ വലിയ ശബ്ദങ്ങൾ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് സൗണ്ട്. നീലത്തിമിംഗലങ്ങൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ വളരെ ചെറിയ കൂട്ടങ്ങളായോ ആണ് സഞ്ചരിക്കുന്നത്. ഭൂമിയിലെ ഏറ്റവും വലിയ ശബ്ദം ഉണ്ടാക്കാൻ കഴിയുന്ന ജീവികളിൽ ഒന്നുകൂടിയാണ് ഇവ. ഒരു ജെറ്റ് വിമാനം പറന്നുയരുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം 140 ഡെസിബൽ ആണെങ്കിൽ ഒരു ബ്ലൂ വെയിൽ പുറപ്പെടുവിക്കുന്ന ശബ്ദം 188 ഡെസിബൽ വരെ വരും. മനുഷ്യർക്ക് കേൾക്കാൻ കഴിയാത്തത്ര കുറഞ്ഞ ഫ്രീക്വൻസിയിലുള്ള ലോ ഫ്രീക്വൻസി മോൺസ് ശബ്ദങ്ങളാണ് ഇവ ഉണ്ടാക്കുന്നത്. സമുദ്രത്തിനടിയിലൂടെ ഈ ശബ്ദം ആയിരക്കണക്കിന് മൈലുകൾക്ക് അപ്പുറത്തേക്ക് വരെ സഞ്ചരിക്കും. ഇത്രയും വലിയ സമുദ്രത്തിൽ ഇണയെ കണ്ടെത്താനും വഴി കണ്ടുപിടിക്കാനും ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള മറ്റ് തിമിംഗലങ്ങളുമായി ആശയവിനിമയം നടത്താനും ഈ അതിശക്തമായ ശബ്ദതരംഗങ്ങൾ ഇവരെ സഹായിക്കുന്നു. അതിജീവനം പോരാട്ടങ്ങൾ, പ്രെഡേറ്റേഴ്സ് ആൻഡ് ഹിസ്റ്ററി ഓഫ് വെയിലിംഗ്. പ്രകൃതിയിൽ ഇവരെ വേട്ടയാടാൻ കഴിയുന്ന ജീവികൾ വളരെ ചുരുക്കമാണ്. എങ്കിലും കില്ലർ വെയിലുകൾ, ഓർക്കസ് കൂട്ടം ചേർന്ന് ഇവയുടെ കുഞ്ഞുങ്ങളെ ആക്രമിക്കാറുണ്ട്. എന്നാൽ ബ്ലൂ വെയിലുകൾ നേരിട്ട ഏറ്റവും വലിയ ഭീഷണി മനുഷ്യർ തന്നെയായിരുന്നു. 1900കളിൽ ഇവയുടെ എണ്ണയ്ക്കും ഇറച്ചിക്കും വേണ്ടി മനുഷ്യർ ഇവരെ ക്രൂരമായി വേട്ടയാടി. 20ാം നൂറ്റാണ്ടിൽ മാത്രം ഏകദേശം 3 ലക്ഷത്തിലധികം നീലത്തിമിംഗലങ്ങളെയാണ് മനുഷ്യർ കൊന്നൊടുക്കിയത്. ഒരു ഘട്ടത്തിൽ ഭൂമിയിൽ നിന്ന് ഇവ പൂർണ്ണമായും അപ്രത്യക്ഷമാകും എന്നുവരെ ശാസ്ത്രജ്ഞർ ഭയന്നിരുന്നു. പിന്നീട് 1966-ൽ ഇന്റർനാഷണൽ വെയിലിംഗ് കമ്മീഷൻ ഇവരെ വേട്ടയാടുന്നത് നിയമവിരുദ്ധമാക്കി. ഇന്ന് ഇവ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ വലിയ കപ്പലുകളിടിച്ചുണ്ടാകുന്ന അപകടങ്ങളും കാലാവസ്ഥാ വ്യതിയാനം കാരണം ഇവയുടെ ഭക്ഷണമായ ക്രിൽസുകളുടെ എണ്ണം കുറയുന്നതുമാണ്. ഇന്ന് ലോകത്ത് കേവലം 10,000 മുതൽ 25,000 വരെ നീലത്തിമിംഗലങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്.
ഒരു കാലത്ത് മനുഷ്യന്റെ വേട്ടയാടൽ കാരണം വംശനാശത്തിന്റെ വക്കിലെത്തിയ ഈ അത്ഭുത ജീവികൾ ഇന്നത്തെ സംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെ പതുക്കെ തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലെ ഈ വലിയ അത്ഭുതത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത്തരം കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ വൈൽഡ് ലൈഫ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി കാണാം. ബൈ.